ഹബീബായ നിബിതങ്ങളും നിബിതങ്ങളുടെ സ്വഹാബിമാരും യാത്ര പോകുന്ന നേരത്ത് സ്വഹാബിമാർ പറയുന്നു, അതിശക്തമായ ചൂടുള്ള ഒരു ദിവസം, വെയിൽ കൊണ്ട് ഞങ്ങൾക്ക് വെയിൽ സഹിക്കാൻ പറ്റാതെ തലയിൽ ഞങ്ങൾ കൈവച്ചുകൊണ്ട് യാത്ര പോകുമ്പോൾ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അവർ രണ്ടുപേർക്കും അന്ന് നോമ്പുണ്ടായിരുന്നു, ഞങ്ങൾക്ക് നോമ്പില്ലായിരുന്നു. അവരന്നും നോമ്പുകാരാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോന്, ആലിമായ ആബിദായിരുന്ന മുത്തബിഉസ് സുന്ന എന്ന ചരിത്രം വിളിക്കുന്ന നബി തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയും ഹദീസുകൾ, നൂറുകണക്കിന് ഹദീസുകൾ ഈ ലോകത്തിന് കൈമാറിയ സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ മഹാനവറുകൾ നിരന്തരമായി നോമ്പെടുക്കുന്നവരായിരുന്നു അത്രേ. നിരന്തരമായ നോമ്പ്. കാന യസ്റുദു സ്സൗമ സർദാ, കാലം മുഴുവനും സുന്നത്ത് നോമ്പെടുക്കുമായിരുന്നു. നോമ്പെടുക്കാൻ പാടില്ലാത്ത നിബിതങ്ങൾ നഹിയു ചെയ്ത പാടില്ല എന്ന് പറഞ്ഞ പെരുന്നാളിൻ്റെ ദിവസങ്ങൾ കഴിച്ച് ബാക്കി ദിവസങ്ങളിൽ അവർക്ക് നോമ്പായിരുന്നു. അത്തരം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ആത്മീയ വെളിച്ചമുണ്ട്. ഭക്ഷണത്തിൻ്റെയും ഭോഗത്തിൻ്റെയും നമ്മുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നിടത്താണ് അള്ളാഹുവിൻ്റെ നൂറും മഅരിഫത്തും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അള്ളാഹു തരുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നത്, ഇന്ന ശൈത്വാന യജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദം ഫളയ്ഖൂ മജാരിഹി ബിൽ ജൂഅ്. നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെല്ലാം രക്തസഞ്ചാരമുണ്ടോ, ശരീരത്തിൽ എവിടെയെല്ലാം രക്തക്കുഴലുകളുണ്ടോ, അവിടെയെല്ലാം പിശാചിന് ഓടിയെത്താൻ കഴിയും. പിശാച് നിങ്ങളുടെ ദേഹത്ത് വന്ന് ദുർബോധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് പിശാചിൻ്റെ സഞ്ചാരപഥങ്ങളെ നിങ്ങൾ വിശപ്പ് കൊണ്ട് നിയന്ത്രിക്കണമേ. വിശപ്പ് കൊണ്ട് ബ്ലോക്ക് ചെയ്തു കൊടുക്കണം. പിശാച് സഞ്ചരിക്കുന്നുണ്ട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും. നോമ്പെടുക്കുന്ന സമയം നിങ്ങളുടെ വെയിനുകളൊന്ന് തളരുമ്പോഴാണ് പിശാചിൻ്റെ സഞ്ചാരത്തിന് തടസ്സമുണ്ടാകുന്നത്. ആ തടസ്സമുണ്ടാകുമ്പോൾ ആത്മീയമായ ഉന്നതങ്ങളിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ കഴിയുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം